ഇതിന് പുറമെ ഒരു പ്രധാനമായിട്ട് നടക്കുന്ന പ്രചാരണത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് സേഫ് ആണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞത് പ്രചാരവേലകൾ എന്തെല്ലാം നടക്കുന്നു. പ്രചാരവേലകളിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ STMയോ ജില്ലാ ഭരണകൂടമോ അതാത് സമയങ്ങളിൽ നൽകും. ഇത് ആളുകൾ കൂടുതൽ ആശങ്ക ജനിപ്പിക്കാനേ ഇട നൽകും. അതുകൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള വാർത്തകളൊന്നും നിങ്ങൾക്ക് നൽകാനില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടെങ്കിൽ നല്ല മുന്നൊരുക്കത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന 2018 പോസ്റ്റുകൾ വീണ്ടും എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്കും ഷെയറും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, ചിലപ്പോൾ പിന്നെ ഇത് ശരിയാണെന്ന് വിചാരിച്ചായിരിക്കും. ദയവായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരം അറിയാത്ത ഒരു പ്രചരണവും നടത്തരുത്. ജില്ലാ കളക്ടർ അതാത് ജില്ലകളിൽ അറിയിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും, ബന്ധപ്പെട്ട മന്ത്രിമാരറിയിക്കും. ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ മാത്രം അല്ല, നാളെ അവസാനിപ്പിക്കുന്ന നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാളത്തോടു കൂടി നേരത്തെ പറഞ്ഞത് തെരച്ചിലിന്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കും എന്നാണ്. പക്ഷെ സേനയിലെ നമ്പർ ആളുകൾ നമ്മുടെ കയ്യിൽ റിസർവിലുണ്ട്. ഏത് ഘട്ടത്തിലാണെങ്കിലും അത് അന്വേഷിക്കാൻ കഴിയുന്നവർ. സ്റ്റാലിൻ തമിഴ്നാട്ടിലെ സ്വാതന്ത്ര്യദിന പരേഡിൽ അദ്ദേഹം പറഞ്ഞത് മഴ ഉണ്ടാകുന്ന ഹെവി റെയിൻ ഉൾപ്പെടെയുള്ള മഴക്കാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് ഒരു സമിതി രൂപീകരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. തമിഴ്നാട് സർക്കാർ പോലും അത്തരത്തിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളും ഇതിനൊരു പ്രത്യേക സമിതി എക്സ്പേർട്സിനൊക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഞാൻ ഈ പോലും എന്നുള്ളതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പോലുമിന്റെ ഒരു പ്രശ്നവും കേരളത്തിനില്ല. കേരളം 2018 അനുഭവങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാദേശിക ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ നാടാണ്. ഇവിടെയാണ് ഓറഞ്ച് ബുക്ക് വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നത്. STMA അതിന്റെ സംവിധാനങ്ങളെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ വിധത്തിൽ നല്ല തയ്യാറെടുപ്പുകൾ നടത്തി. നേരത്തെ നമുക്ക് IMD മാത്രമായിരുന്നു വിവരം നൽകിയിരുന്ന സംവിധാനം. പിന്നെ നമ്മൾ IBM വെതർ, GFS, പിന്നെ സ്കൈമെറ്റ്, എത്രയോ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായി കൈമാറുന്നുണ്ട്. STMAയുടെ പ്രവർത്തനം അതുപോലെ തുടരും. പുതിയതായിട്ടൊന്നും പറയേണ്ട ഒരു പ്രത്യേക ഘട്ടമില്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചു.